ചെറുപ്പത്തിൽ എനിക്ക് ഒരാളെ ഭയങ്കര പേടിയാട്ടോ. എൻ്റെ വീടിനടുത്തുള്ള സുകുമാരൻ ചേട്ടൻ. വേറൊന്നും കൊണ്ടല്ല, പുള്ളി പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് ഭയങ്കര പേടിയാണ്. വലുതായപ്പോഴും അദ്ദേഹത്തിൻ്റെ പേടി. അത് വേറൊന്നും കൊണ്ടല്ല, പുള്ളിയുടെ വായി കിടക്കുന്ന നാക്ക്. എൻ്റെ ദൈവമേ, കാരണം ചെന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവി തിന്നും. ഭയങ്കര ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് എന്നും പറഞ്ഞ് പുള്ളി അങ്ങോട്ട് തുടങ്ങും. എന്നാ ശരിയേട്ടാ എന്നും പറഞ്ഞ് നമ്മളും എണീറ്റ് പോകാൻ നോക്കും. പക്ഷെ ഇന്നും 1-ാം തീയതി ആകുമ്പോഴത്തേക്കും പുള്ളിയുടെ വീട്ടിൽ ഭയങ്കര തിരക്കാന്നേ. വീരവാദ കഥകൾ കേൾക്കാനൊന്നുമല്ല, ഇതിന് വേണ്ടിയിട്ടാ. 1-ാം തീയതി വരാൻ കിട്ടൂല്ലോ പുള്ളിയുടെ അടുത്ത്. പിന്നെ സഹിക്കുക തന്നെ. പട്ടാളക്കാരൻ്റെ കഥ പറയുമ്പോഴത്തേക്കാണ് എൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു രംഗമാണ്. ദിലീപേട്ടൻ്റെയും അതുപോലെ തന്നെ ലാലിച്ചേട്ടൻ കൂടി ഒന്നിച്ച മീശമാധവൻ എന്ന് പറയുന്ന ചിത്രത്തിൽ അതിൽ രാത്രി 12 മണിക്ക് പുള്ളി കാണാൻ വേണ്ടി ചെല്ലുന്നത്. ആളെ ചെല്ലുമ്പോഴാണ് പുരുഷനെ കണ്ടുമുട്ടുന്നത്. ഇത് കണ്ടതും പുള്ളി പ്രതീക്ഷിച്ചില്ല. പുരുഷനെ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന സീൻ, അടുത്ത സീൻ എൻ്റെ പകുതി വരെ അതിൻ്റെ ചിരിയായിരുന്നു. ഓർമ്മയില്ലേ? ഞാൻ അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് കൂടെ അഭിനയിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഞങ്ങൾ ഇത് പറഞ്ഞ് ചിരിക്കാറുണ്ട്. പുള്ളി അമ്പിളിച്ചേട്ടൻ തന്നെ പറയുകയും ചെയ്യും, രാത്രി 2 മണിക്ക് എൻ്റെ അനുഗ്രഹം മേടിക്കാൻ പോകാനാണ്. ഞാൻ ഇത്രയും ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ വീടിനടുത്തുള്ള പട്ടാളക്കാരൻ സുകുമാരച്ചേട്ടനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ ക്യാരക്ടർ ഒരു ഓട്ടോറിക്ഷയുടെ ശബ്ദമല്ല കേട്ടത്. മിക്കവാറും അത് പട്ടാളക്കാരൻ സുകുമാരൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും. कोमल, मेरा पत्नी कोमल, आपका पत्नी पति आ गया. कोमल, സുഗുട്ടൻ. പാടം പൂത്തകാലം പാടാൻ വന്നു നീയും. പാടം പൂത്തകാലം പാടാൻ വന്നു നീയും. സുഗുട്ടാ, സുഗുട്ടാ, എന്ത് പറ്റി? ഞാനിപ്പോ ഇവിടെ കാർഗിലാണോ? അല്ല, വീട്ടില്. എന്താ സുഖട്ടോ ഇത്? ഒരു അറിയിപ്പും ഇല്ലാതെ ഇത്ര പെട്ടെന്ന്. അതിർത്തിയിൽ അടുത്ത 2 മാസത്തേക്ക് ചുറ്റമൊന്നുമില്ല. പിടി നിർത്തൽ പിന്നെ അവിടെ വന്നത് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് 2 മാസത്തേക്ക് വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് കരുതി. അത് നന്നായി. എന്നാലും വരുന്ന വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. എല്ലാ പ്രാവശ്യവും കമ്പി അടിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ വരുന്നത്. ഇപ്രാവശ്യം നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഈ ചേട്ടനൊരു കാര്യം. അങ്ങനെ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സുകുമാരൻ നായർ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചില കളികൾ കളിക്കാനും ചിലതൊക്കെ പഠിപ്പിക്കുവാനും. അസലും മോഹൻലാലിനെ പോലെ ആണോ? ദൂരെ കിഴക്കുതിക്കും മാണിക്കറ്റം പഴുക്ക ഞാനെന്നെടുത്ത് വച്ചേ